നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. ഉണർവിന്റെ മേളത്തോടെ, ഉഷാറായ താളത്തോടെ, വെൽക്കം ടു ജീസസ് കിഡ്സ്. ജീവിതം ഒരു നാടകം, നമ്മൾ അതിലെ വേഷക്കാർ. പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ പറഞ്ഞതാണിത്. കാട്ടിലെ വേഷങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതമാണ് വരച്ചു കാണിക്കുന്നത്. വരച്ചു കാണിക്കുകയല്ല, അഭിനയിച്ചു കാണിക്കുന്നത്. വരച്ചു കാണിക്കുക എന്നതൊരു സാഹിത്യ പ്രയോഗമല്ലേ ബ്ലസ്സേച്ചി? പക്ഷേ ബിലിൻ, നമ്മൾ ഇവിടെ സാഹിത്യ പ്രഭാഷണത്തിലല്ലോ നിൽക്കുന്നത്. ഓ, എങ്കിൽ വേണ്ട, നമുക്ക് നേരെ പോകാം, കൂട്ടുകാരെ കാണാം. കാട്ടിലെ കൂട്ടുകാർ. ആരാണാവോ വിളിക്കുന്നേ? ഹലോ, അതെ, ഞാൻ പീലിയാ. എന്താ മോട്ടു, നിനക്കെന്താ പറ്റിയത്? ആകെ ടെൻഷനിലാണല്ലോ. ഹലോ ഹലോ, ശോ, എന്താണാവോ പ്രശ്നം? ഫോൺ കട്ടാവുകയും ചെയ്തു. ശോ, കോള് പോകുന്നില്ലല്ലോ. ഹലോ മോട്ടു, ഇത് ഞാനാ പീലി. നീ എന്താ ഇത്ര ടെൻഷനിൽ? കപിലിനോ? എന്താ പറ്റിയത്? ആക്സിഡന്റോ? എന്റെ ദൈവമേ, കപിലിന് എന്താ പറ്റിയത്? സീരിയസ് ആണോ? ഹലോ ഹലോ, വീണ്ടും കട്ടായല്ലോ ദൈവമേ. എന്റെ മാതാവേ, കപിലിന് ആക്സിഡന്റ് ആയെന്നാ പറഞ്ഞേ. നീ കാത്തോളണേ. ഓർക്കാൻ കൂടി വയ്യ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എത്ര സന്തോഷത്തോടെയാ ടൂർ പോകുന്ന കാര്യം പറഞ്ഞത്. എന്താണാവോ പറ്റിയത്? പാരന്റ്സിന്റെ കൂടെ പോവുക, തിരിച്ചു വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? എത്ര സന്തോഷമായിരുന്നു. മാതാവേ, ഒന്നും വരുത്തല്ലേ എന്റെ കപിലിന്. വമ്പൻ സാറിനെ ഒന്ന് വിളിച്ചറിയിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ പീലിയ സർ. കപിലിന് എന്തോ ആക്സിഡന്റ് പറ്റി, സീരിയസ് ആണെന്നാ പറഞ്ഞേ. എന്നെ മോട്ട് വിളിച്ച് പറഞ്ഞതാ. ദൂരെ എവിടെയോ ടൂർ പോയതായിരുന്നു. എങ്കിൽ ശരി സർ. ഇവിടെ ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ഈ വാതിലും തുറന്നിട്ടിട്ട് ഇവരൊക്കെ എവിടെ പോയി? ഓയ് പീലി, പീലി. മോട്ടു, നീ കൊറേ നേരമായോ വന്നിട്ട്? എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയതായിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ തോന്നി. ആദ്യം വിചാരിച്ചു സ്വപ്നമാണെന്ന്, പിന്നെ മനസ്സിലായി ആരോ വിളിക്കുന്നതാണെന്ന്. വാ, കയറിയിരിക്കും. അല്ല, തലവേദനയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ടോ പീലി? കുറവുണ്ട്. കപിലിന്റെ കാര്യം എന്തെങ്കിലും അറിയോ? കപിലിപ്പോ വീട്ടിലുണ്ട്, അത് പറയാനാ വന്നത്. ഇപ്പോഴത്തെ കടപ്പ് കണ്ട സങ്കടം വരും. ശരിക്കും അവനെന്താ പറ്റിയത്?
ഡോക്ടർമാരെന്താ പറഞ്ഞത്? അവന് സീരിയസാ. എത്ര നാള് ഹോസ്പിറ്റലിൽ കിടന്നു. ഇനി കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കില്ലെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞത്. അവന്റെ തലയ്ക്കും സാരമായ പരിക്കുണ്ടത്രേ. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ചയും മങ്ങി. ഇനി കാഴ്ചയും പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. ഷോ, അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു അല്ലേ? പാവം, എന്തോ ഒരു വേദന സഹിക്കുന്നു. മോട്ടു കണ്ടോ കപിലിനെ? ഇല്ല, അവനെ നേരിട്ട് കാണാനുള്ള കരുത്ത് എനിക്കില്ല. എന്താ അവനോട് പറയാ? അവന്റെ വേദന അവന് മാത്രല്ലേ അറിയൂ. ടൂർ പോകുന്നതിന് മുമ്പ് അവൻ എന്നെ വിളിച്ചിരുന്നു. വരുമ്പോ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. എന്നെയും വിളിച്ചിരുന്നു. വലിയ സന്തോഷമായിരുന്നു അവന്. സാരമില്ല, ഇതിന് പിന്നിലും ഒരു ദൈവ പദ്ധതി കാണും. വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ ചിന്തകൾ എത്രയോ ഉയരത്തിലാ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ശരിയാ, എല്ലാത്തിനും മാനുഷികമായി ചിന്തിച്ചാൽ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാത്തിനും ഉത്തരം ഈശോയിൽ മാത്രം എന്ന് കരുതാം. ആ പീലി, നമുക്ക് കപിലിന്റെ അടുത്ത് വരെ പോയാലോ? ആ ശരിയാ, പോകാം. അമ്മേ, ഞാൻ കപിലിന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വേഗം പറഞ്ഞ മോളെ. ആ ശരി, വേഗം വരാം. കപിൽ, കപിൽ, നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. ആരാ? ഞങ്ങളെ മനസ്സിലായോ കപിൽ? ഞാൻ മോട്ടു, ഇത് പീലി. ഓ, ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. നിങ്ങൾ കുറെ നേരമായോ വന്നിട്ട്? മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാ. പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ആ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? സ്കൂളിൽ എല്ലാവർക്കും സുഖാണോ? എല്ലാരും സുഖമായിരിക്കുന്നു കപിൽ. ഇപ്പൊ നമുക്ക് അവധിയല്ലേ? ഓ, ഞാൻ അത് മറന്നു. ഇനി എന്നാ സ്കൂൾ തുറക്കുന്നത്? ഇനിയും 1 മാസം കൂടിയുണ്ടെന്നേ. 1 മാസം കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകാലോ. ഇങ്ങനെ കിടന്ന് ഞാൻ മടുത്തു പീലി. എനിക്ക് ഇനിയും പഠിക്കണം. നല്ലൊരു ജോലി നേടണം. പഠിക്കണം കപിൽ. പഠിച്ചാൽ മാത്രം പോരാ, നമുക്കിനിയും കളിക്കാൻ വേണം. എനിക്ക് ഈ അവസ്ഥ വന്നു എന്ന് പറഞ്ഞ് മമ്മി കരയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുക ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ എത്ര പാപിയാ, എന്നിട്ടും ദൈവം എന്നെ കരുതി. ഇത്രയുമല്ലേ എനിക്ക് പറ്റിയുള്ളൂ. ഞാൻ ഇന്ന് ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് എല്ലാവരും ഈശോയെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കപിൽ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, പിന്നെ വരാം കേട്ടോ. ഓ ശരി ശരി, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. ആ ശരി. ദൈവമേ, അവരെ കാത്തോളനെ. മോട്ടു, എത്ര സങ്കടത്തോടെയാണെന്ന് അറിയോ ഞാൻ കപിലിനെ കാണാൻ ചെന്നത്. എന്നാ അവന്റെ സംസാരം കേട്ടോ, എന്തൊരു ശുഭാപ്തി വിശ്വാസം അവന്. ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്നൊരു ചിന്ത അവന് ഒട്ടുമില്ല. സുഖമാകുമെന്ന അവന്റെ ചിന്ത. കണ്ടോ എന്തെല്ലാം മാറ്റങ്ങൾ അവന് വന്നിരിക്കുന്നത്. നല്ലൊരു പ്രാർത്ഥനാനുഭവമുള്ളവനായി. അതെ, ശരിയാ. ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാ. ഈ അവസ്ഥയിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും വിധം അവൻ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നു. അവൻ എപ്പോഴും ഹെലൻ കെല്ലറെ കുറിച്ച് പറയുമെന്ന് അവന്റെ മമ്മി കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു. ഹെലൻ കെല്ലറോ? ആ, വൈകല്യത്തെ തോൽപ്പിച്ച് ലോകത്തിൽ വിജയം വരിച്ച ഹെലൻ കെല്ലർ. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്ക് വമ്പൻ സാറിന്റെ അടുത്ത് പോയി അന്വേഷിക്കാം ഹെലൻ കെല്ലറെ കുറിച്ച്. എന്നാ ശരി, നമുക്ക് വമ്പൻ സാറിന്റെ അടുത്ത് പോവാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എങ്ങോട്ടാ മക്കളെ? ഞങ്ങൾ വമ്പൻ സാറിനെ കാണാൻ ഇറങ്ങിയതാ. ആ, ഞാൻ കപിലിനെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാ. ആക്സിഡന്റ് പറ്റിക്കെടുക്കുകയാണെങ്കിലും അവൻ ആളാകെ മാറി. എപ്പോഴും എനർജി കൊടുക്കുന്ന വാക്കുകളാ അവൻ പറയുന്നത്. ശരിയാ സാർ, ഞങ്ങൾ അവനെ കാണാൻ പോയപ്പോ ഞങ്ങൾക്ക് അവനെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവനെ അടുത്ത് നിന്നപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നൊക്കെയാ അവൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരാളെ കുറിച്ചുള്ള സംശയം തീർക്കാനാ സാറിനെ കാണാൻ ഇറങ്ങിയത്. എന്താ സംശയം? ആരെ കുറിച്ചാ? സർ, കപിലിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഹെലൻ കെല്ലർ എന്നൊരു വ്യക്തിയാ.
അതാരാ സർ? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ആ, അവരെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നമുക്ക് അല്പം മാറിയിരുന്നു കൊണ്ട് സംസാരിക്കാം. വാ. ശരി, ആ, ഇവിടെ ഇരിക്കെ. പറയൂ സാർ. ആ, ഹെലൻ കെല്ലർ തെക്കേ അമേരിക്കയിലെ അലബാമ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ജനനത്തിന് ശേഷം 19 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചു ഹെലന് പനി പിടിച്ചു. പനി മാറിക്കഴിഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഹെലന് കേൾവിശക്തിയും കാഴ്ചശക്തിയും പൂർണ്ണമായി നഷ്ടമായിരിക്കുന്നു എന്ന്. അമ്പോ, പനി പിടിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ സംഭവിക്കോ സർ? പനിയെന്ന് പറയുമ്പോൾ അത് ഹെലന്റെ തലച്ചോറിനെ ബാധിച്ച ഒരു രോഗമായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. എന്നിട്ടോ സാർ, പിന്നെ എങ്ങനെയാ അവർ ജീവിച്ചത്? കണ്ണു കാണാനും കാതു കേൾക്കാനും സാധിക്കാത്ത ഹെലന്റെ ജീവിതം ഭയങ്കര ദുരിതപൂർണമായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കാണാനോ അവരുടെ സ്വരം കേൾക്കാനോ സാധിക്കാത്തത് ഹെലനും ഒരു ദുശാഠ്യക്കാരിയായി തീരുന്നതിനിടയാക്കി. അത്ഭുതം തന്നെ അല്ലേ മോട്ടു? ആ, അങ്ങനെയിരിക്കെ ഹെലന്റെ അമ്മ അവളെ ഇരുട്ടിന്റെ ലോകത്തിലേക്ക് തള്ളിവിടാതെ വിദ്യാഭ്യാസം എന്ന പ്രകാശം നൽകണമെന്ന് ആഗ്രഹിക്കുകയും ആനി സള്ളിവൻ എന്ന ഒരു ടീച്ചറിനെ ഹെലനെ പഠിപ്പിക്കുവാനായി ഏൽപ്പിക്കുകയും ചെയ്തു. ടീച്ചർ എങ്ങനെയാ കണ്ണു കാണാനും കാത് കേൾക്കാനും സാധിക്കാത്ത ഹെലനെ പഠിപ്പിക്കുന്നത്? ശരിയാണ്, വൈകല്യമുള്ളവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, മറിച്ച് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണതെന്നാണ്. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ എന്തെങ്കിലും കഴിവ് നൽകിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതെങ്ങനെ? അതെ, ഹെലന് കണ്ണു കാണുകയില്ലെങ്കിലും ചെവി കേൾക്കുകയില്ലെങ്കിലും സ്പർശനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് ദൈവം നൽകിയിരുന്നു. സർപ്രൈസ് അല്ലേ പീലി? അതെ അതെ അതെ. ആ കഴിവ് മനസ്സിലാക്കി അതിനെ വളർത്തിയെടുക്കാൻ ഹെലനെ സഹായിച്ചത് അവളുടെ ടീച്ചറായിരുന്ന ആനി സള്ളിവനായിരുന്നു. ഹെലനെ ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റിയതിന് ആനി ടീച്ചറിന്റെ ത്യാഗം വളരെ അധികമുണ്ടായിരുന്നു. ഹെലൻ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ ടീച്ചർ അവളുടെ കയ്യിലടിക്കും. അങ്ങനെയാണ് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഹെലൻ മനസ്സിലാക്കിയിരുന്നത്. എന്റെ അമ്മോ, ആ ടീച്ചറെ സമ്മതിച്ചു കൊടുക്കണം. അന്ധയും ബധിരയുമായിരുന്ന ഹെലൻ തന്റെ ടീച്ചറിന്റെ സഹായത്താൽ ഡിഗ്രിയും പൂർത്തിയാക്കി. കണ്ണു കാണുകയോ ചെവി കേൾക്കുകയോ ചെയ്യാത്ത ആൾ എങ്ങനെയാ സാർ ഡിഗ്രി എടുക്കുന്നത്? അവിടെയാണ് ഹെലൻ വ്യത്യസ്തയാകുന്നത്. ഹെലന്റെ ടീച്ചറായിരുന്ന ആനി സള്ളിവൻ ഹെലനോടൊപ്പം ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുകയും ഹെലനെ പഠിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്യും. എന്നിട്ട് ഹെലന്റെ കയ്യിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചു. ഡിഗ്രി പഠനത്തിന് വൈകല്യമില്ലാത്തവരോട് മത്സരിച്ചാണ് ഹെലൻ വിജയം വരിച്ചത്. അതും വൈകല്യമില്ലാത്തവരെക്കാൾ ഉയർന്ന മാർക്കോടെയായിരുന്നു ഹെലന്റെ വിജയം. ദൈവമേ, എന്തൊരു അത്ഭുതം അല്ലേ? അപ്പോൾ എല്ലാവരിലും ദൈവം ഓരോ കഴിവ് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എത്രയോ ശരിയാ അല്ലേ? ആ, അക്കാലത്തും ഇന്നും ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ മുൻപന്തിയിലുള്ള സ്ഥാനമാണ് ഹെലൻ കെല്ലർക്ക്. സമ്മതിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, ഹെലൻ 12 പുസ്തകങ്ങളും അനേകം ലേഖനങ്ങളും എഴുതുകയും 39 രാജ്യങ്ങൾ സന്ദർശിക്കുകയും തന്റെ പ്രസംഗത്തിലൂടെ തളർന്നുപോയ അനേകരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം പകരുകയും ചെയ്തു. അത്ഭുതം, മഹാത്ഭുതം എന്ന് പറയുന്നത് ഇതാണ്. തോറ്റുപോകുമെന്ന് കരുതിയ പല സന്ദർഭങ്ങളിലും തന്റെ ദൈവവിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹെലൻ മുന്നേറി. സാർ, അപ്പോൾ ഹെലൻ കെല്ലർ എന്ന വ്യക്തി കപിലിനെ സ്വാധീനിക്കാൻ കാരണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതെന്താണ്? ജീവിതത്തിൽ കൂരിരുട്ട് വ്യാപിച്ചപ്പോഴും ഹെലൻ പ്രകാശത്തെ സ്വപ്നം കാണുകയും പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അത് അവരുടെ ജീവിത വിജയത്തിന് കാരണമായി. ഇനി ഒരിക്കലും കപിലിന് നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ഹെലൻ കെല്ലറെ കുറിച്ച് അവൻ അറിയുകയും അവരെ പോലെ ഈ അവസ്ഥയിലും ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കുമെന്ന് അവന് വിശ്വാസമുണ്ടാവും. അത് ശരിയായിരിക്കും. അതായിരിക്കും കപിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇനിയും സംസാരിച്ചിരുന്നാൽ നേരം വൈകും. അതുകൊണ്ട് ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ നിന്ന് ഒരു പുതുവെളിച്ചം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേരില്ലാത്ത മരത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല എന്ന പഴമൊഴി പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലും നന്മയുടെ വേരുകൾ ആഴത്തിലുണ്ടെങ്കിൽ മാത്രമേ നന്മ പുറപ്പെടുവിക്കാനും അനേകരിൽ നന്മ ഉളവാക്കുന്നവരാകാനും നമുക്ക് സാധിക്കൂ. എല്ലാ കൂട്ടുകാരെയും
ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കഥകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്മകളുടെ വസന്തം വിരിയും. കാഴ്ചകൾ നമ്മളെ എന്നും ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിക്കും. എന്ന് പറഞ്ഞ നല്ല കാഴ്ചകളാകണം ബിലിൻ. നമ്മളിനി കാണാൻ പോകുന്നത് കിടിലൻ പരിപാടികളല്ലേ? ഓക്കെ, ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. ദൈവത്തിൻ വചനങ്ങൾ താളുമറിക്കുമ്പോൾ നിങ്ങൾക്കും കാണാമേ മക്കബായ. അന്തിയോക്കോസ് വരുന്നേ ഏലയ്യ ഏലയ്യ, എത്തിഫാനോസ് വരുന്നേ ഏലയ്യ ഏലയ്യ. ദൈവത്തെ മാറ്റി നിർത്തി രാജാവാം നീതന്മാർ സേവൂസ് ദേവനെ തൊഴണത് കണ്ടോടി. ഇത് യഹൂദർ കാണാനായ രാജാവിന്റെ പുറപ്പാട്. ഒരമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശ്വാസദീപ്തിയാൽ മക്കളെ അമ്മ രക്തസാക്ഷിയാക്കി ധീരമായവൾ. പ്രാണഭയമൊന്ന് നോക്കാതെ അവളൻ ദൈവമെന്നു കരുതിയൊരമ്മ. ദൈവത്തെ മറക്കാത്ത 7 മക്കൾ. സേവൂസ് ദേവനെ തൊഴുതു വണങ്ങാത്ത ദൈവത്തെ സ്നേഹിക്കും പൊന്മക്കളും. അമ്മ തൻ കുടിലിൽ അത്താഴമുണ്ടുറങ്ങി അവരാമോദമായി ഉറങ്ങി. വിശ്വാസതീഷ്ണയാം അമ്മയോ ഗ്രീക്കിലെ രാജാവ് ക്രുദ്ധനായി. യഹൂദ വിശ്വാസം തല്ലി തകർക്കുവാൻ ഘട്ടം കൂട്ടിയെന്ന് അന്തിയോക്കസ്. കുതികുത്തി വന്നൊരു കൂരനവൻ മന്നുവൻ മൂത്തവനെ കണ്ടതും ചട്ടം കെട്ടി തടഞ്ഞു നിന്നു. ഒരു ഞൊടിക്കിടയിൽ നേരം അമ്മതൻ കൺമുമ്പിലുള്ള മൂത്തപുത്രനെ കൈകാൽ കെട്ടി നാവു പിഴുതെടുത്ത് ആ മരവട്ടിയിലിട്ട് ചുട്ടുകരിച്ചു. ഇടനെഞ്ച് പിടഞ്ഞവൾ കരഞ്ഞു പാവം. അമ്മ ദൈവത്തെ മനസ്സിൽ കുടിയിരുത്തി ധീരതയോടമ്മ ഉറച്ചു നിന്നു. അമ്മയെ കൊല്ലാൻ അവസാന തന്ത്രം. മക്കളിൽ ഒരാളും സേവൂസ് ദേവനെ തൊഴുതില്ലത്രേ. സാധുവാ മക്കളെ തലവെട്ടാൻ വിധിയായത്രേ. പിടിവാദമില്ലാതെ വിചാരണയില്ലാതെ ഉടനടി ശിക്ഷ നടന്നു. അവരുടെ നാവുകൾ പറിച്ചെടുത്തു. ദേഹം വറച്ചട്ടിയിൽ വീണു കരിഞ്ഞു പോയി. മരണം വരിച്ചവരെയും ദൈവത്തിനോ മനമക്കൾ ഇതുകൊണ്ടൊന്നും അരിശമടങ്ങാത്ത അന്തിയോക്കോസ് വീണ്ടും ഒരാജ്ഞയായി. തള്ളയുടെ നാവ് പിഴുതെടുത്ത് ശിരസിലെ ചർമ്മം വലിച്ചൂരി വറച്ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്നേഹമാം ദേഹം ചുട്ടുകരിക്കുന്നു. സൃഷ്ടാവാം ദൈവത്തെ സ്നേഹിച്ച തെറ്റിന് മണ്ണിലും മലയിലും കല്ലിലും ഉള്ളിലും വാഴണയേകണേ ദൈവാത്മാവേ. കാണുമോ നീത് അമ്മയും മക്കളും വിശ്വാസദീപ്തിയാൽ മരണമടഞ്ഞ കഥ. അറിഞ്ഞിടുവിൻ നമ്മൾ തൻ മനതാരിൽ സ്നേഹമൊരു പുൽനാമ്പായി മുളയെടുക്കും. ഇനി അത് വളർന്നൊരു വിശ്വാസ വൃക്ഷമാകും. വിശ്വാസം മുറുകെ പിടിച്ചോരമ്മ മഹതിയാ
മാറിയ യഹൂദപുത്രി, മരിച്ചാലും ദൈവത്തെ സ്നേഹിക്കാൻ ചൊല്ലിയ അമ്മ തൻ നന്മയെ ഓർക്കുക നമ്മൾ. ആ അമ്മ തൻ മാതൃക അനുകരിച്ചിടുമ്പോൾ നമ്മളും ദൈവത്തിൻ പ്രിയ മക്കൾ. ദൈവത്തെ അല്ലാതെ അന്യരെ വാഴ്ത്തുമ്പോൾ ദൈവിക ശിക്ഷയ്ക്കായി പ്രാപ്തരാകും നമ്മൾ. ദൈവിക ശിക്ഷയ്ക്കായി പ്രാപ്തരാകും. ഗുരുവേ ഉണ്ണി മിശിഹായ കളിയാട് വന്നുണ നൽകണമേ. ഗുരുവേ ഉണ്ണി മിശിഹായ കളിയാട് വന്നുണ നൽകണമേ. അടവ് ചുവട് പയറ്റി ഞങ്ങൾ കളി തുടങ്ങട്ടെ ഗുരുക്കളെ. അടവ് ചുവട് പയറ്റി ഞങ്ങൾ കളി തുടങ്ങട്ടെ ഗുരുക്കളെ. ഇടനാടും കേൾവി കേട്ട ഇളങ്കണ്ണി പള്ളി തന്നിലെ കനിവോടെ മാണ്ടാരുളും അമ്മ മാതാവേ തകതമൃതേ. ഇടനാടും കേൾവി കേട്ട ഇളങ്കണ്ണി പള്ളി തന്നിലെ കനിവോടെ മാണ്ടാരുളും അമ്മ മാതാവേ തകതമൃതേ. തിരുനാമ സ്തുതിപ്പാനും ലയിപ്പാനും ഞങ്ങൾക്കിന്ന് കാരുണ്യം തന്നിടണേ ദൈവമാതാവേ തകതമൃതേ. തിരുനാമ സ്തുതിപ്പാനും ലയിപ്പാനും ഞങ്ങൾക്കിന്ന് കാരുണ്യം തന്നിടണേ ദൈവമാതാവേ തകതമൃതേ. ഗുരുക്കന്മാർ പാലാദീപാർ ഇളങ്കണ്ണി സഭ തന്നിലെ വെളിച്ചമായി വെച്ചു ഞങ്ങൾ കൈതോടും നീതാ തകതമൃതേ. ഗുരുക്കന്മാർ പാലാദീപാർ ഇളങ്കണ്ണി സഭ തന്നിലെ വെളിച്ചമായി വെച്ചു ഞങ്ങൾ കൈതോടും നീതാ. ചില പിള്ളേരും നിച്ചരിച്ചം കേട്ട് ഞാനും പോയി അവിടെ. നെത്തി നദിയുടെ നേർച്ചകൾ കൺമദീന. ചില പിള്ളേരും നിച്ചരിച്ചം കേട്ട് ഞാനും പോയി അവിടെ. നെത്തിരിട്ടും കണ്ണിൽ കണ്ടാൽ കണ്ടൽ പുളകം. പടവാളേന്തിയ നമ്മുടെ ഗീവർഗീസ് അവിടെ. പടവാളേന്തിയ നമ്മുടെ ഗീവർഗീസ്. നെത്തിനത്തിന് താനല്ലോ തനദിനത്തിന് താനല്ലോ. നെത്തിനത്തിന് താനല്ലോ തനദിനത്തിന് താനല്ലോ. അമ്മനസ് കാല കേട്ടതമ്മ ലോകത്തിൽ മനോർ കൊയ്തരായി മനം മുന്നിൽ ഇങ്ങനെ രാജകന്യക ലംഘരിക്കുന്ന പുഞ്ചിരി. പുഞ്ചിരി കേട്ടൊരൈസവ പുതുമയോടെ കാര്യവ. ഇങ്ങനെ രാജകന്യക ലംഘരിക്കുന്ന പുഞ്ചിരി. പുഞ്ചിരി കേട്ടൊരൈസവ പുതുമയോടെ കാര്യവും. ഇടയക്കാല പെൺകൊടി നല്ല കറുത്തൊരു ശിങ്കാരി. നിർത്തിയാർന്ന സന്തതി ചുറ്റുമതിക്കുള്ളിൽ ഇടിമുറ. ഇടയക്കാല പെൺകൊടി നല്ല കറുത്തൊരു ശിങ്കാരി. നിർത്തിയാർന്ന സന്തതി ചുറ്റുമതിക്കുള്ളിൽ ഇടിമുറ. എരിയ കുരിയ പെണ്ണിവൾ രാജരാജ കന്യക. പടവിനൊത്ത രാജനും ഏറ്റുപാടുന്നിതാ. എരിയ കുരിയ പെണ്ണിവൾ രാജരാജ കന്യക. പടവിനൊത്ത രാജനും ഏറ്റുപാടുന്നിതാ. നല്ല കുതിരയെ കണ്ടതില്ലാരുമേ കുതിരപ്പൂറത്തേറി ഗീവർഗീസ് പോയതാ. 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 കത്തി ജോലിക്കുന്ന ഗീവർഗീസ് പുണ്യവാൻ. കത്തി ജോലിക്കുന്ന ഗീവർഗീസ് പുണ്യവാൻ. യേശുരാജരാജനെയും കേൾവി കേട്ട കൽപ്പനയും വിശ്വസിച്ചോരെല്ലാരും ദൈവനാമം. യേശുരാജരാജനെയും കേൾവി കേട്ട കൽപ്പനയും വിശ്വസിച്ചോരെല്ലാരും ദൈവനാമം ഏറ്റുപാടി. അടവുകൾ പഠിക്കലും പഠിച്ചെടുത്തു മാറലും ഓതിരം മറഞ്ഞു ചാടി ചാടി വെട്ടി തട്ടിട. അടവുകൾ പഠിക്കലും പഠിച്ചെടുത്തു മാറലും ഓതിരം മറഞ്ഞു ചാടി ചാടി വെട്ടി തട്ടിട. കച്ചകെട്ടി പട്ടുടുത്ത് കാലുമാറി അടവുകൾ. അടവുകൾ പലതും ഞങ്ങൾ കാട്ടിടുന്നു ധീരരെ. കച്ചകെട്ടി പട്ടുടുത്ത് കാലുമാറി അടവുകൾ. അടവുകൾ പലതും ഞങ്ങൾ കാട്ടിടുന്നു ധീരരെ. പന്തീരൊരു പടക്കണ കുതിരയെ പടക്കാച്ചോനെ. മുഹമ്മദ് വല്യോര പടക്കണ കുതിരയെ പായിച്ചു വിട്ടവനെ. പന്തീരൊരു പടക്കണ കുതിരയെ പടക്കാച്ചോനെ. മുഹമ്മദ് വല്യോര പടക്കണ കുതിരയെ പായിച്ചു വിട്ടവനെ. കേൾപ്പിൻ ബാലകരെ കളിക്കൂട്ടരെ വന്നേ. കുളിർ വച്ച് കളി ആടുക വേണ്ടേ. കേൾപ്പിൻ ബാലകരെ കളിക്കൂട്ടരെ വന്നേ. കുളിർ വച്ചു കളി ആടുക വേണ്ടേ. കടെല്ലാം തേടി ഞാനൊരു കലൈമാന്റെ തിരഞ്ഞു. കാട്ടിലൂടെ പോയൊരു മാനെ കണ്ടില്ല പോവാൻ. കടെല്ലാം തേടി ഞാനൊരു കലൈമാന്റെ തിരഞ്ഞു. കാട്ടിലൂടെ പോയൊരു മാനെ കണ്ടില്ല പോവാൻ.
വേടന്മാർ വല വെച്ചു വാലക്കണ്ണിലാകപ്പെട്ടു വാലക്കണ്ണിലാകപ്പെട്ട കിട്ടുമൊക്കെ ആയുവാൻ വേടന്മാർ വല വെച്ചു വാലക്കണ്ണിലാകപ്പെട്ടു വാലക്കണ്ണിലാകപ്പെട്ടാൽ കിട്ടുമൊക്കെ ആയിട്ടാ തരികിട മൃതത്തെ വടക്ക് നിന്നൊരു കിങ്കിരിപ്പട ഇടിക്കച്ച കടച്ചുള്ള പോലെ കുറത്തിയമ്മയുടെ നാട്ടിൽ വന്ന് ഈ അട മുഴുവൻ പയറ്റുന്നേ വടക്ക് നിന്നൊരു കിങ്കിരിപ്പട ഇടിക്കച്ച കടച്ചുള്ള പോലെ കുറത്തിയമ്മയുടെ നാട്ടിൽ വന്ന് ഈ അട മുഴുവൻ പയറ്റുന്നേ തടയുന്നേ മണി തടയുന്നേ കാല് മാറി തടയുന്നേ തോട്ടക്കാട്ട് പരിചമുട്ടുകൾ നാട്ടിൽ വന്ന് തരികിട തടയുന്നേ മണി തടയുന്നേ കാല് മാറി തടയുന്നേ തോട്ടക്കാട്ട് പരിചമുട്ടുകൾ നാട്ടിൽ വന്ന് തരികിട ആയിട്ടാ തരികിട മൃതത്തെ കണ്ണെല്ലിൻ കാതിരി കൊത്തേ പറക്കുന്ന കേളിത്തത്തെ നീ എന്നൊരു പുന്നാരംഗം കാളരി കണ്ടിട്ടേതാളം നീ എന്നൊരു പുന്നാരംഗം കാളരി കണ്ടിട്ടേതാളം കഥയിൽ കണ്ടേ ഞാനും ഗുരുവിനെ കണ്ടേ ഞാനും പതിവായി ഗുരുവിന്റെ ഒരുക്കം കണ്ടിട്ടേതാളം പതിവായി ഗുരുവിന്റെ ഒരുക്കം കണ്ടിട്ടേതാ ഈശന്മാർ വഴക വഴക വാഴുന്ന ഗീവർഗീസ് ഈശന്മാർ വഴക വഴക വാഴുന്ന ഗീവർഗീസെ വാഴുന്ന കുതിരയും കൊണ്ട് നായാടാൻ പോയിരുന്നേ വാഴുന്ന കുതിരയും കൊണ്ട് നായാടാൻ പോയിരുന്നേ ഞങ്ങളിതാ കൈതൊഴുന്നേ കുതിരയുടെ കാൽത്തൊട്ട് ഞങ്ങളിതാ കൈതൊഴുന്നേ കുതിരയുടെ കാൽ മൃതത്തെ മുൾപ്പല്ലിൻ കൊമ്പും കുത്തെ പുഴ പോലെ രക്തം പോയി മുൾപ്പല്ലിൻ കൊമ്പും കുത്തെ പുഴ പോലെ രക്തം മൃതത്തെ മാതാവേ കരുണമേ ഞങ്ങൾക്കും തുണ നൽകണമേ കർത്താവേ കരുണമേ ഞങ്ങൾക്കും തുണ നൽകണമേ മാതാവേ കരുണമേ ഞങ്ങൾക്കും തുണ നൽകണമേ കർത്താവേ കരുണമേ ഞങ്ങൾക്കും തുണ മൃതത്തെ തരികിട നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കളിയാടി തകതക ആടി കളി കഴി ഞങ്ങൾ ഗുരുവിന്റെ പാദലിച്ചൂടി തരികിട നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കളിയാടി തകതക ആടി കളി കഴി ഞങ്ങൾ ഗുരുവിന്റെ പാദലിച്ചൂടി തരികിട നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കളിയാടി തകതക ആടി കളി കഴി ഞങ്ങൾ ഗുരുവിന്റെ പാദലിച്ചൂടി തരികിട നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കളിയാടി തകതക ആടി കളി കഴി ഞങ്ങൾ ഗുരുവിന്റെ പാദലിച്ചൂടി തരികിട ഈ ദൃശ്യവിരുന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് കരുതുന്നു. സന്തോഷമായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എഴുതണം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 673528. കഴിഞ്ഞു പോയ നല്ല ദിനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ലഭിച്ച നന്മകൾക്ക് സ്തുതി പാടി നന്ദി.